നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ച് ഓവറായി റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഡോ എല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് നടത്തിയത്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും എല്ലാം തന്നെ ഇറക്കുമതി കസ്റ്റം ഡ്യൂട്ടി വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജ്വല്ലറി സ്റ്റോക്കുകളിൽ അതൊരു സമ്മർദ്ദം ഉണ്ടാക്കും. കഴിഞ്ഞ 2 ദിവസമായിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് 12% ഇടിയാനായിട്ട് ഇതും ഒരു കാരണമായിരുന്നു. കൂടാതെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 13 മാസത്തിലെ ആ ഒരു പീരീഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഇൻഫ്ലേഷനാണ്. അത് RBI റേറ്റ് കട്ട് കുറയ്ക്കാനായിട്ട് സാവകാശം കൊടുക്കും. അത് വിപണിക്ക് അത്ര നല്ലതല്ല. മൂന്നാമത് ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $108 ബാരൽ പെർ ഡോളറിനാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് ഇന്ത്യക്ക് അത്ര നല്ലതല്ല, വിപണിക്കും നല്ലതല്ല. പിന്നീടുള്ളത് ഇന്ത്യൻ റുപ്പീസിൻ്റെ ഫോളാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. അത് FIS ഇവിടെ നിന്ന് പണം പിൻവലിക്കാനായിട്ടും കാരണമായേക്കാം. ഇനി നമ്മളെ ഇൻഫ്ലേഷൻ മാത്രമല്ല, ഇന്നലെ US ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു. അതും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിരുന്നു. അതും ഫെഡ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ട് ഉള്ള സാധ്യത കുറയും. അവിടുത്തെ ട്രഷറി ഈൽഡ് 4.43% മുകളിലാണ്. അത് FIS ട്രഷറിയിൽ ഇക്വിറ്റിയിൽ നിന്ന് പണം ട്രഷറിയിലേക്ക് മാറ്റാനായിട്ടും കാരണമായേക്കാം. ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ 1959 കോടി രൂപ മാത്രമാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. DIs 7990 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിരുന്നെങ്കിൽ കൂടിയും റീറ്റെയിലേഴ്സിൻ്റെ പാനിക് സെല്ലിങ് വളരെയധികം വിസിബിളായിരുന്നു. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടിങ്ങിൽ കൂടിയും സിപ്ല, എയർടെൽ, പവർ ഫിനാൻസ്, HPCL തുടങ്ങിയ മുൻനിര കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4706, സിൽവർ 88, ബിറ്റ്കോയിൻ 80,000, ബ്രൻ്റ് ഓയിൽ 106, നാച്ചുറൽ ഗ്യാസ് 2.8. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് 23,470 നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 23,425. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവാണ്. എന്നാൽ ഏറ്റവും താഴേക്ക് പോവുകയാണെങ്കിൽ ഡോ അവിടെ പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്ത് കാണാൻ സാധിക്കും. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും എക്സ്റ്റൻഡ് അവേഴ്സിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി 5% ഇടിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. കൂടെ തന്നെ ബിറ്റ്കോയിനും വളരെ നല്ല ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബിറ്റ്കോയിനിലെല്ലാം തന്നെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രോക്കർ തന്നെയുണ്ട്. INR ഉപയോഗിച്ചൊക്കെ ട്രേഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ഡെൽറ്റ എക്സ്ചേഞ്ച് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഒരുപാട് ആളുകൾ ഈ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അതിനും ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ അതും നമുക്ക് അതൊരു അനൗൺസ്മെൻറ്റായിട്ട് ഞാൻ വരാം. അപ്പോൾ ബിറ്റ്കോയിൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലോ ഇതൊന്നും തന്നെ ബലപ്പോകില്ല എന്നുള്ള രീതിയിലാണ്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തയിൽ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ പവർ നെറ്റ് പ്രോഫിറ്റ് 4.5% ഇടിവ് രേഖപ്പെടുത്തി. ടോറൻറ്റ് പവർ ആവട്ടെ നെറ്റ് പ്രോഫിറ്റ് 70% ഇയർ ഓൺ ഇയർ ഇടിവ് രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡിയോ നെറ്റ് പ്രോഫിറ്റ് 86% ഇടിവ് രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡി ഇന്നലെ US 5% ഇടിഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ബർജർ പെയിൻറ്റോ നെറ്റ് പ്രോഫിറ്റ് 27% വർധനവ് രേഖപ്പെടുത്തി. നസാറ ടെക് നെറ്റ് പ്രോഫിറ്റ് 4 കോടി രൂപയിൽ നിന്ന് 55 കോടി രൂപയിലേക്ക് ശക്തമായി ഉയർന്നു. ഗെയിമിംഗ് കമ്പനിയാണ് നസാറ. ന്യൂലാൻഡ് ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 28 നിന്ന് 213 ഉയർന്നു. ഫൈസർ നെറ്റ് പ്രോഫിറ്റ് 40% ഇയർ ഓൺ ഇയർ ഇടിവ് രേഖപ്പെടുത്തി. എംടാർ ടെക് നെറ്റ് പ്രോഫിറ്റ് 13 നിന്ന് 44 കോടി രൂപയിലേക്ക് ഉയർന്നു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 45%
ഉയർന്നു. എന്നാൽ റവന്യൂ 13% ഇടിഞ്ഞു. മിക്സഡ് റിസൾട്ട്. RVNL 221 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കൽപ്പത്തൊരു പ്രൊജക്റ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14 നിന്ന് 200 കോടി രൂപയിലേക്ക് ഉയർന്നു. NR അഗർവാൾ ഇൻഡസ്ട്രീസ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, ഇത്തവണ 14 കോടി രൂപ പ്രോഫിറ്റ്. ഗോപാൽ സ്നാക്സ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, ഇത്തവണ 29 കോടി രൂപ പ്രോഫിറ്റ്. മാക്സ് ഫിനാൻസ് 31 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് ഇത്തവണ 26 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ന്യൂസ്. നമ്മുടെ ചാനൽ എല്ലാവർക്കും തലങ്ങും വിലങ്ങും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.